പറഞ്ഞത് കാലുകുത്തിക്കില്ല എന്ന വെല്ലുവിളി ആദ്യത്തെ 3 ദിവസം ആവർത്തിച്ചവരാണ് SFI. അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. അതിൽ ഒരാളിനെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അവിടെ കാല് കുത്തില്ല എന്നല്ലല്ലോ. അത് ശരി. എന്നത് കേരളം എന്നല്ല ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇങ്ങനൊരു ഗവർണറെ ഒരു മനുഷ്യനും കണ്ടിട്ടുണ്ടാവില്ല. മഹത്തരമായ പദവി വഹിക്കുന്ന മഹാനുഭാവനായ ഒരു മനുഷ്യൻ ആ കാറ്റഗറി സുരക്ഷകളെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലവാരത്തിലും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തന്റെ ഈ ഷോ തന്റെ സ്ഥിരം നിലവാരത്തിൽ എത്തിയില്ലെങ്കിലും സാമാന്യം നല്ല ബോറാവുന്നുണ്ട്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് കോഴിക്കോട് മിഠായി തെരുവിലിറങ്ങി അലുവ കഴിച്ചു. പറയുകയോ ചെയ്യുന്നില്ല. കാരണം ഗവർണർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യം, അതിലൊരു കൂട്ടർ വിചാരിക്കുന്നത് ഗവർണർ കാണിച്ചത് ഒരു ഷോ മാത്രമാണ് എന്നാണ്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ പറയുന്നത് ഇരട്ടച്ചങ്ക് യഥാർത്ഥത്തിലുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്നുള്ളതാണ്. അതായത് ഈ ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ നടക്കും എന്ന വെല്ലുവിളി നടത്തുക മാത്രമല്ല പ്രാവർത്തികമാക്കി കാണിച്ച ഒരാൾ കൂടിയാണ് ആരിഫ് മുഹമ്മദ്. കോഴിക്കോട് എന്തിനാണ് ഗവർണർ ഇങ്ങനൊരു റോഡ് ഷോ നടത്തിയത്? അത് അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കുള്ളത് കൊണ്ടാണ് ആണോ? നേരെ മറിച്ച് ഇരട്ടച്ചങ്കരായിട്ടുള്ള മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് കൊണ്ട് അതിന്റെ തന്റെ ഇടത്തിലും അതിന്റെ സംരക്ഷണയിലുമാണ് കോഴിക്കോട്ടെ തെരുവുകളിൽ ഇറങ്ങി നടക്കാനുള്ള തണ്ടല്ലും തന്റെ ഇടവും ഈ ഗവർണർക്കുണ്ടായത്. ഇപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കേട്ടത് 70 വയസ്സുള്ള ഒരാൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു. കറക്ഷൻ, വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. ഞാനും അത് ശ്രദ്ധിച്ചു. അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയും ചെയ്തു. പോലീസ് നൽകിയ വിവരം അവിടെ ഒരാൾ കുഴഞ്ഞു വീണിരുന്നു. അത് ഗവർണർ വരുന്നതിന് മുൻപാണ് കുഴഞ്ഞു വീണത്. അദ്ദേഹത്തെ ആശുപത്രിയെ കൊണ്ടുപോവുകയും ചെയ്തു. SFI അവിടെ ആരോപിച്ചിരുന്നു ഗവർണർ എത്തിയത് കൊണ്ട് വാഹനം കിട്ടിയില്ല, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വൈകിയെന്ന്. പക്ഷെ പോലീസ് നൽകുന്ന വിശദീകരണം ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഒരു വൈകൽ നടന്നിട്ടില്ല എന്നാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. റിജി പറയുന്നത് SFI സമരത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭാവനാത്മകമാണ് എന്നും അതൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ പറയല്ലേ. ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുക, അതല്ല എങ്കിൽ മിണ്ടാതെ ഇരുന്ന് സഹകരിക്കുക. കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്നുള്ള വെർബൽ അർത്ഥമല്ല. നോക്കൂ, കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന കാര്യത്തിലോ അമ്മയെ കണ്ട് മരിക്കില്ല എന്ന് പറയുന്ന കാര്യത്തിലോ ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ഭാവനാത്മകമാണ്. പ്രജി, ഇപ്പൊ മനസ്സിലായോ? പങ്കെടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഭാവനാത്മകമാണെന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞതിനർത്ഥം. ഞാൻ പറയുന്നത് എന്നല്ല അതിന്റെ അർത്ഥം തന്നെയാണ് നിൽക്കുന്നത്. പ്രജി അവിടെ ഇരുന്ന് കേൾക്കുന്നത്. അപ്പൊ ശ്രീജിത്ത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കണം, ഇതാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി. സംസാരിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ പോയിട്ട് ആ അമ്പലത്തിന്റെ പറമ്പിൽ വല്ല പരിപാടി നടത്തിയെങ്കിൽ മാത്രമേ അത് അംഗീകൃതമാകുകയുള്ളൂ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. കേരളത്തിലെ യുപിയിലേക്ക് പോകാൻ പറ്റുമോ? ഒന്നും മിണ്ടാതിരിക്കുക അല്പനേരം. പ്രശ്നം ഇന്ന് AK ബാലൻ പറയുന്നത് കേട്ടു. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ പ്രശ്നമാണ്. എന്താ പ്രശ്നം? അദ്ദേഹത്തിനോട് വിരോധമുള്ള ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലോ എന്ന്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പൊ ഈ ചാനലുകാരൻ, നമ്മുടെ ചാനലിലെ ആങ്കർ ചോദിക്കുന്നുണ്ട് തിരിച്ച്, വിഷം കലർത്തി കൊടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്ന്. ഉടനെ ഉരുളാൻ തുടങ്ങി. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. അല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗവർണറോ രാഷ്ട്രപതിയോ കഴിക്കുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ മിഠായി തെരുവിനോട് പുച്ഛം? മിഠായി തെരുവിൽ നടത്തുന്ന കച്ചവടക്കാരോട് പുച്ഛം? അവരാൾക്കാരെ അപായപ്പെടുത്താനിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഗൂഢോദ്ദേശത്തോട് കൂടിയിട്ടുള്ള സംസാരം എന്താ ഇത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. പറയുന്നത് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് മഞ്ജുഷ്
കേരളത്തിൽ SFIയുടെ സ്ഥാനം എവിടെയാണെന്നും ഗവർണറുടെ സ്ഥാനം എവിടെയാണെന്നും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ SFIക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. അവർ പറഞ്ഞിരുന്ന വാഗ്വാദങ്ങളും ഗീർവാണങ്ങളും എന്തൊക്കെയായിരുന്നു? ഒന്ന്, കോഴിക്കോട് ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ല, അദ്ദേഹം പ്രവേശിച്ചു. SFIയുടെ 6 ഷോ 4 ഷോ ആയിപ്പോയി. അതായത് പോലീസ് സംരക്ഷണത്തിന്റെ പിൻബലത്തിലാണ് ഗവർണർ ഈ ഷോ കാണിക്കുന്നതെന്ന് SFI പറഞ്ഞപ്പോ എനിക്ക് പോലീസ് വേണ്ട എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഈ കോഴിക്കോട് മിഠായി തെരുവിൽ കൂടി നടന്നു. ഇവിടെ നടന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർ SFIക്കാരെ മൂക്കുകൊണ്ട് ഇക്ഷ, ഇണ്ണ, ഗഗ്ഗ, ചച്ച, ദദ്ദ എന്നു വരപ്പിച്ചു. ഫ്രിഡ്ജിനകത്ത് പറഞ്ഞൊരു വാക്കെന്താ? പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സ്റ്റാൻഡേർഡിലേക്ക് താന്നു. നിങ്ങൾക്കിത് പറയാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികന് നാണമുണ്ട്? പഞ്ചായത്ത് പ്രസിഡന്റ് അത്രയും മോശം ആണോ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? മറ്റൊന്ന്, ഈ പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം SM സ്ട്രീറ്റിലൂടെ മിഠായി തെരുവിലൂടെ നടന്നത് എന്നാ പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയന് 100 മീറ്റർ കേരളത്തിൽ എവിടെയെങ്കിലും കണ്ണൂരിലെ പിണറായിയിലൂടെ നടക്കാനുള്ള ധൈര്യം ഉണ്ടോ ഒറ്റയ്ക്ക്? അതെ, വെറുതെ ധൈര്യം ആളെ കൊല്ലാൻ നോക്കാം. ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞൊക്കെ സമ്മതിക്കാം. ആയിരക്കണക്കിന് പോലീസുകാരെയും അകമ്പടിക്കാരെയും ഒപ്പമുള്ള ആജ്ഞാനുവർത്തികളെയും തോക്കും എല്ലാ ഗുണ്ടാ സേനയുമായിട്ട് നടക്കുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ നടന്നത് മൂപ്പനെ കണ്ടിട്ടാണെന്ന്. ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഗോൾ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. SFI എന്ന് പറയുന്ന സംഘടനയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ആവശ്യമില്ലാത്തത്, സാധിക്കാത്തത് പറയാൻ നിൽക്കണോ? സാഹചര്യം ചൂഷണം ചെയ്യരുത്. കാല് കുത്തിക്കില്ല. എന്താ SFIക്ക് ഈ തരത്തിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു? നാറിയില്ലേ? ഇനി എങ്ങനെ കുട്ടികളുടെ മുഖത്ത്, അല്ലെങ്കിൽ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് മുതൽ ഇങ്ങോട്ട് സകലമാന പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന SFI ആവശ്യമില്ലാത്ത വേലിമ കിടക്കുന്നത് എടുത്ത് തോളിടേണ്ടി. ഞങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാ പറയുക? പ്രതിഷേധിക്കാനുള്ള അവകാശം SFIക്കുണ്ട്. അത് മാന്യമായി പ്രതിഷേധിക്കുക എന്നല്ലാതെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഭീഷണിയൊക്കെ പെടുത്തി വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വെട്ടിൽ വീഴാനാണ് സാധ്യത. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ അർത്ഥം എടുത്തുകൊണ്ട് ആരാ ഇത് പറയുന്നേ? കേരളത്തിലില്ല, ഇന്ത്യയിൽ എങ്ങുമില്ലാത്ത KSU എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രതിനിധി എന്ന് പോലും നമ്മളെ ചിരിപ്പിക്കാം. പക്ഷെ ഇക്കിളാക്കിയും കൂടെ ചിരിപ്പിക്കരുത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്. ഒരാളിനെ സാധിക്കുകയില്ല എന്നറിയാം. SFI മറ്റാരെങ്കിലുമാണ് ഭരിക്കുന്നതെങ്കിൽ SFI ഒരു കൈ നോക്കിയാനെ. ആക്കുകയാണോ? മാർഷോ എന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഏത് രീതിയിലാണ് പോലീസ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആനയിച്ചു കൊണ്ടുപോയതെന്നും പൊതുസമൂഹം കണ്ടതാണ്. ആദ്യം വാഹനത്തിൽ കയറ്റുന്നു. അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ആർഷോ വരൂ, വണ്ടിയിൽ കയറൂ, നിങ്ങൾ കയറൂ, ഈ സമരം അവസാനിപ്പിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ തക്കുടുവാവേ വാവാവോ എന്ന് പറഞ്ഞെന്നാണോ അതിന്റെ അർത്ഥം? വരൂ, അതിനെന്താ ആർഷോ പറയുന്നുണ്ടല്ലോ അധികം എന്നോട് കളിക്കരുതെന്ന്. അങ്ങനെയും പറയുന്നുണ്ട്. അത് മാത്രം ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.